ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ചേച്ചിയെ കുറിച്ചാണ്, ചേച്ചിയുടെ തള്ളിനെ കുറിച്ച്. ആ തള്ളു കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഞാനോ ആ തള്ളുന്ന ചേച്ചിയോ അതിന് ഉത്തരവാദിയായിരിക്കുന്നില്ല. നിങ്ങളെ സ്വന്തം റിസ്കിൽ മാത്രമേ ഈ തള്ളു കേൾക്കാൻ പാടുള്ളൂ. പിന്നെ ചേച്ചി ഈ തള്ളുന്നതിന് മുമ്പിലെ വേറൊരു തള്ളു കേളുന്നുണ്ട്. അതെന്താ വെച്ചാൽ എന്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, എന്റെ അമ്മ കോൺഗ്രസ് ആയിരുന്നു, എന്റെ അമ്മൂമ്മ STP കാരത്തിയായിരുന്നു, എന്റെ അച്ചാച്ചൻ കേരള കോൺഗ്രസ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് ചേച്ചി ഈ തള്ളു തള്ളുന്നത്. അല്ലാണ്ട് നമ്മൾ കുടുംബം മൊത്തം സംഖ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ തള്ളു കേൾക്കില്ലല്ലോ. അതുകൊണ്ട് സംഖ്യയുടെ സ്ഥിരം പരിപാടിയായ ഈ ഉടായ്പ കൊണ്ടാണ് ചേച്ചി തള്ളങ്ങ് തുടങ്ങുന്നത്. നമുക്കെന്തായാലും ഈ തള്ളു ചേച്ചിയുടെ ഈ തള്ളു വീഡിയോ ഘട്ടം ഘട്ടമായിട്ടൊന്ന് കണ്ടുവന്നല്ലോ. ഒന്നും കൂടി ഞാൻ വാണിംഗ് തരുന്നു. ഈ തള്ളു കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഞാനോ ആ തള്ളുന്ന ചേച്ചിയോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. നമുക്ക് തള്ളുകൾ ഘട്ടം ഘട്ടമായി കേൾക്കാം. വാ. കേരളത്തിൽ ഇപ്പോ ഇലക്ഷൻ പ്രചരണത്തിന്റെ ചൂടിലാണല്ലേ. അപ്പൊ എന്റെ കുടുംബത്തിലാണെങ്കിൽ എന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് വലിയ കോൺഗ്രസ്സുകാരാണ്. എന്റെ അപ്പന്റെ റോൾ മോഡലാണ് AK ആന്റണി, നമ്മുടെ ഉമ്മൻചാണ്ടി ഒക്കെ. അറ്റ് ദ സെയിം ടൈം എന്റെ അമ്മയുടെ കുടുംബത്തിലാണെങ്കിൽ വലിയ കോൺഗ്രസ് മാർക്സിസ്റ്റുകാരാണ് കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് വളർന്നപ്പോഴും എനിക്കൊരു ചായ്വ് കൂടുതൽ തോന്നിയിട്ടുള്ളത് കോൺഗ്രസിനോടാണ്. എന്റെ അപ്പന്റെ വായിന്ന് കേട്ട് അങ്ങനെ എന്റെ ഫസ്റ്റ് കന്നി വോട്ട് ഞാൻ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടാണ് വയനാട്ടിൽ മത്സരിച്ച സമയത്ത്. പക്ഷെ പിന്നെ കാലങ്ങൾ പോകെ വലുതായി കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും പോയി നമ്മൾ ജോലി ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരു യഥാർത്ഥ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്ന ഇവർ ആരുമല്ല. അതെന്ന് പറഞ്ഞാൽ എനിക്കൊരു മമത അല്ലെങ്കിൽ എന്താ പറയാ, ഒരു റോൾ മോഡൽ ആക്കണം. ഇദ്ദേഹമാണ് ഒരു നട്ടലുള്ള രാഷ്ട്രീയ നേതാവ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നരേന്ദ്രമോദിനെയാണ്. ഒരൊറ്റ മിനിറ്റ് നരേന്ദ്രമോദിജി, നിങ്ങൾ ഒരു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഞാൻ ഈ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ചേച്ചി പറഞ്ഞ എന്റെ ആദ്യ വോട്ട് കന്നി വോട്ട് രാഹുൽ ഗാന്ധിക്കായിരുന്നു എന്ന്. അതിനുശേഷം ചേച്ചി കുറെ പഠിച്ചു, പല രാജ്യങ്ങളിൽ ജോലി ചെയ്തു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് നരേന്ദ്രമോദിയാണ് ശരിയെന്ന് തോന്നിയെന്ന് ചേച്ചി പറഞ്ഞു. ശരിക്കും പറഞ്ഞ ചേച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 30 വയസ്സിന് മുകളിൽ തോന്നിക്കുന്നല്ല, ചേച്ചിക്ക് 30 വയസ്സിന് മുകളിലുണ്ട്. ചേച്ചി ഒരു കാര്യം അറിയാം, രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് വയനാട് മത്സരിച്ചത് 2019 ഇപ്പൊ 2025. അതായത് 6 വർഷം മുന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ചേച്ചി വോട്ട് ചെയ്തെന്ന് പറയുന്നത്. അതായത് ചേച്ചിക്ക് 25 വയസ്സ്, ഏകദേശം 25 വയസ്സുണ്ടായപ്പോഴാണോ ചേച്ചി കന്നി വോട്ട് ചെയ്തത്. ആ 25 വയസ്സിൽ ചേച്ചി കന്നി വോട്ട് ചെയ്തതിനു ശേഷമാണോ പഠിക്കാനായി ഇറങ്ങിയത്. അങ്ങനെ പഠിച്ചതിന് ശേഷം ചേച്ചി പല രാജ്യങ്ങളിൽ കറങ്ങി കുറെ കാലം കറങ്ങി ഇപ്പൊ വന്നു എന്നെല്ലാം വർത്താനം കേട്ടാ തോന്നും ചേച്ചി ഒരു 10-15 വർഷം മുന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തതെന്ന്. എല്ലാ ചാണക സംഖ്യകളെ ഈ ചേച്ചിക്കോ വിവരമില്ല. എന്നാ തിരക്കഥാ സംഭാഷണം ഇരുന്ന നിങ്ങൾക്കെങ്കിലും കുറച്ചൊരു വിവരം വേണ്ടേ? എന്നാലും ചേച്ചി ഇമാതിരി തള്ളു തള്ളാൻ വേണ്ട. ഇനി മോഡിജി മെല്ലെ എഴുന്നേറ്റോ, ചേച്ചി തള്ളു തുടർന്നോ. വാ. ആരെങ്കിലും ഇപ്പൊ ഇന്ത്യയെ ധൈര്യത്തോടൊന്ന് തൊടുവോ? തൊട്ടാൽ ആ കൈ വെട്ടില്ലേ നമ്മുടെ മോദി. ഇന്ത്യ അങ്ങ് ടോപ്പിൽ എത്തിച്ചു വെച്ചിരിക്കുകയല്ലേ നമ്മുടെ മോദി. എന്താ പറയാ, അത് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മളൊന്ന് പുറത്ത് വന്ന് ഇതിനെപ്പറ്റി, മോദിയെ പറ്റി അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയെ പറ്റി പറയുന്നൊന്ന് കേൾക്കണം. എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ മോദി മുഷ്കിലയാണെന്ന്. അതേ മുഷ്കിലയാണ്, മോദി ഭയങ്കര മുഷ്കിലയാണ്. മോദി ആരെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ നമ്മളെ ഇന്ത്യ ആരെയും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഷ്കിലയാണ്. ചേച്ചി ശരിക്കും മോഡിജിനെ പൊന്തിച്ച് പറഞ്ഞാണോ അല്ലെങ്കിൽ മോഡിജിനെ ആക്കുന്നതാണോ? കൃത്യമായിട്ട് പറയണം. എനിക്ക് ചേച്ചിയുടെ വർത്താനം കേൾക്കുമ്പോൾ ചേച്ചി മോഡിജിനെ ആക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ചേച്ചി ഇപ്പൊ മുഷ്കില എന്ന് പറഞ്ഞില്ലേ, ആ മുഷ്കിലുണ്ടല്ല, ആ മുഷ്കിലിന് 2 അർത്ഥം ഉണ്ടട്ടാ. ആ 2ാമത്തെ അർത്ഥമായിരിക്കും ആ ഡോക്ടർ പറഞ്ഞത്. ആ 2ാമത്തെ മുഷ്കിലിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല കേട്ടോ. മുഷ്കില പോലും മുഷ്കില, അതെന്ത് ഇലയാണ് ചേച്ചി തള്ളുന്ന പോലത്തെ ഒരു പ്രത്യേകതര ഇലയായിരിക്കും അല്ലെ. നമുക്ക് ചേച്ചിയുടെ അടുത്ത മുഷ്കില തള്ളു കേട്ടിട്ട് വരാം. അപ്പം എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് ഇപ്പൊ മോദി 3ാമത്തെ തവണയായി ഭരിക്കുന്നത്. ഇനി അദ്ദേഹം മരിക്കുന്നവരെ നമ്മളെ നാട്ടിനെ ഭരിക്കാന് മോദിയേക്കാൾ നല്ലൊരു രാഷ്ട്രീയ നേതാവില്ല. അങ്ങേരെക്കാൾ നല്ലതായിട്ട് മറ്റൊരാളില്ല. ഇപ്പൊ എന്തിനധികം പറഞ്ഞത്, എന്റെ അപ്പനും എന്റെ അമ്മാവനും മോദിയെ കുറ്റം പറഞ്ഞിട്ട് മാസം അങ്ങേര് തന്നെ 2000 രൂപ മേടിക്കാൻ പോകും കേട്ടോ. എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അങ്ങേർക്ക് വേണേ അങ്ങേരെ പോക്കറ്റ് വീർപ്പിച്ച് ജീവിക്കായിരുന്നു. പിന്നെ പറയും ഞാൻ സംഖ്യയാണ്, അല്ലെങ്കിൽ സുഡാപ്പികളെ വോട്ടില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്ന കേരളത്തിന്റെ അകത്താണ്. ആരാടാ ചേച്ചി സംഖ്യയാണെന്ന് പറഞ്ഞ്? ചേച്ചി ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുമ്പോൾ ആരാടാ സത്യം തുറന്നു പറഞ്ഞത്? ചേച്ചി സംഖ്യയല്ല. പിന്നെ ചേച്ചി അതിന്റെ അടുക്ക് എന്തോ 2000 രൂപ മാസാമാസം ചേച്ചിയുടെ അച്ഛനും അമ്മയും വാങ്ങാൻ പോകുന്നു പറഞ്ഞു. അതെന്താ സംഭവം നിനക്ക് മനസ്സിലായില്ല. പിന്നെ ചേച്ചി കർഷകർക്കുള്ള 2000 രൂപയാണെങ്കിൽ അത് മാസാമാസം അല്ല നരേന്ദ്രമോദിജി കൊടുക്കുന്നട്ടാ, അത് വർഷം 6000 രൂപയാണ്. പിന്നെ 2000 രൂപ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അത് കേരള സർക്കാർ കൊടുക്കുന്ന പെൻഷൻ ആയിരിക്കും. ഈ മാസം മുതൽ 2000 രൂപയാക്കിയിട്ടുണ്ട്. ഇതിനു മുന്നേ 1600 രൂപയാണ്. ചേച്ചി ഏതാണ് പറഞ്ഞെന്നുള്ള കാര്യം വ്യക്തമാക്കണം. 2000 രൂപ മാസാമാസം നരേന്ദ്രമോദിജി കൊടുത്തിട്ടില്ല. അത് വാങ്ങാനായിട്ടാണ് ചേച്ചിയുടെ അച്ഛനും അമ്മയും പോയി എന്ന് പറഞ്ഞിട്ടില്ല. അത് ഭയങ്കര തള്ളായി പോകും ചേച്ചി. സ്വന്തം അച്ഛനും അമ്മേനെയും വെച്ചിട്ടൊന്നും ഇമാതിരി പച്ച കള്ളം പറയല്ല ചേച്ചി. നമുക്ക് ചേച്ചിയുടെ അവസാന തള്ളു കേട്ടിട്ട് വരാം.
പുറത്തു പോയി നോക്കി മോദി അത് BJPക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ പറയുന്ന മുസ്ലിംസിന്റെ വോട്ടുകളാണ്. പിന്നെ എപ്പോഴും നമ്മളെ കേരളത്തിൽ ഒരു പ്രീസെറ്റ് മൈൻഡ് പ്ലാൻ ഉണ്ട്. അതായത് ഒന്നിൽ LDF അല്ലെങ്കിൽ UDF. ഒന്ന് BJPക്ക് അവസരം കൊടുക്കുക. അവരെന്താ ചെയ്യുന്നത് നമുക്കൊന്ന് അറിയണ്ടേ? നമ്മൾ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഈ BJPയും കൂടെ ഭരണത്തിൽ വന്ന് അവരെന്ത് ചെയ്യുന്നു കൂടെ ഒന്ന് അറിയണം എന്നുള്ളത്. ഇതൊരിക്കലും നമ്മളെ കേരളത്തിൽ ഒരിക്കലും BJPയെ ഭരിക്കാൻ സമ്മതിക്കില്ല. അപ്പം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, പലർക്കും പല അഭിപ്രായമായിരിക്കും. ആ ചേച്ചിയുടെ വിഷമം കണ്ടാണ് മലയാളികളെ. എന്താണ് നിങ്ങൾ ഒരവസരം BJPക്ക് കൊടുക്കാത്തത്? ആ ചേച്ചി മരിക്കുന്നതിന് മുമ്പെങ്കിലും ചേച്ചിക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ? BJP കേരളം ഭരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ? ഉണ്ടാവൂലല്ലേ ചേച്ചി? ആ ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. ഈ മലയാളികൾ ആ ഭാഗ്യം ചേച്ചിക്ക് തരൂല പോലും. പിന്നെ ചേച്ചി അതിന്റെ ഇടയ്ക്ക് വേറൊരു തള്ളുകളി കേട്ടാ. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ BJPക്ക് വോട്ടുകൾ വാരിക്കോരി കൊടുക്കുന്നെന്ന്. ചേച്ചി ഇപ്പം കഴിഞ്ഞ ബീഹാർ ഇലക്ഷനില്ലേ, അവിടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ വോട്ടാണ് BJPക്കാർ വെട്ടി മാറ്റിയത്. അതെന്തിനാണെന്നറിയോ? BJPക്ക് വോട്ട് കൊടുക്കൂലെന്ന് വെച്ചിട്ട്. അതൊന്നും ചേച്ചി അറിഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ ചേച്ചിക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ലേ? ഈ ചാണക സംഘങ്ങൾ എഴുതി തരുന്നത് അതുപോലെ പറയുമ്പോൾ കുറച്ചെങ്കിലും ലോക വിവരം വേണ്ട എന്റെ ചേച്ചിയെ. പിന്നെ ചേച്ചിയുടെ UDFും LDFും ഭരിച്ചിട്ട് എന്തെല്ലോ കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞ് എന്റെ ചേച്ചി അവര് ഭരിക്കുമുണ്ടല്ല, നമുക്കൊക്കെ മനസമാധാനമുണ്ട്. അവരുള്ള വികസനം ഉണ്ടാക്കിയാൽ മതി. ആ വികസനത്തിൽ കേരളക്കാർ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി ഇപ്പൊ പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന ആ ടീമുണ്ടല്ല കേരളത്തിലെങ്ങാനും ഭരണം പിടിച്ചെങ്കിൽ ഇവിടെ ഉണ്ടല്ല വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കിയിട്ടുണ്ടല്ല. മനസമാധാനത്തോടു കൂടി ജീവിക്കുന്ന നമ്മളാ, മനസമാധാനത്തോട് കടന്നുറക്കുന്ന നമ്മളാ ആ ഉറക്കം വരെ ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് തൽക്കാലം ചേച്ചി ജീന്റെ തള്ളും തള്ളിയിട്ട് അങ്ങനെ അങ്ങ് പോയിക്കോ. എന്തായാലും കേരളം ജീന്റെ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റി നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ചേച്ചി അടുത്ത പ്രാവശ്യം ജിക്ക് വേണ്ടി തള്ളാൻ വേണ്ടി വരുമ്പോ തള്ളു ലേശം കുറക്കണം. ഈ തള്ളങ്ങാനും നമ്മൾ ജി കേട്ടിട്ടുണ്ടെങ്കിൽ ജി വരെ തലകുത്തിയിരുന്ന് ചിരിക്കും കേട്ടാ. എമ്മാതിരി തള്ളാണ് നീ തള്ളുന്നെന്നും പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ചേച്ചി സംഖ്യയാണെന്ന് മനസ്സിലായില്ലല്ലോ. ചേച്ചിയുടെ അഭിനയ സൂപ്പറല്ലേ? അതാണ് ചേച്ചി. സംഖ്യയാണെന്നാരും പറയില്ല ചേച്ചി. അമ്മാതിരി തള്ളാണ് തള്ളിയത്. അപ്പൊ സംഖ്യ അല്ലാത്ത എന്റെ സംഗിണി ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.